എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓണക്കാലമൊക്കെയാണ്. അപ്പോൾ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല സൂപ്പർ അവിയലാണ്. ഇതെൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സ്റ്റൈലിലാണ് ഞാൻ അവിയൽ ചെയ്തിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് അവിയൽ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത് എൻ്റെ അമ്മ വീട്ടിൽ തയ്യാറാക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ഒരു അവിയൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ എന്ന് പറയുന്നത് ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, വെള്ളരിക്ക, കുമ്പളങ്ങ, പടവലങ്ങ, പിന്നെ ഒരു ചെറിയ കായ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പീച്ചിങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് അരിഞ്ഞെടുക്കുക. അരിഞ്ഞതിന് ശേഷം കഴുകാനായിട്ട് പാടില്ല. ഇനി ഇത് കൂടാതെ ഒരു ചെറിയ മുരിങ്ങയ്ക്ക, അമരപ്പയർ രണ്ടായിട്ട് പിളർന്നതാണ്. ഇതുപോലെ ഇങ്ങനെ പിളർന്ന് എടുക്കുക. പിന്നെ എടുത്തിട്ടുള്ളത് ഇവിടെ പുളിക്ക് വേണ്ടി നമ്മൾ ചേർക്കുന്നത് പച്ചമാങ്ങയാണ്. പച്ചമാങ്ങ ചേർക്കാം, അല്ലെങ്കിൽ കട്ട തൈര് ചേർക്കാം, അല്ലെങ്കിൽ തക്കാളി ചേർക്കാം. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി, പച്ചമുളക്, ചേന നീളത്തിലരിഞ്ഞത്. ഇനി ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, അപ്പോൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, 2 ചെറിയ ഉള്ളി, എരിവിന് വേണ്ട പച്ചമുളക്, കറിവേപ്പില. ഇനി നമ്മൾ ഒരു ചെറിയ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു അവിയൽ വെള്ളം വളരെ കുറച്ച് മാത്രം ചേർത്തിട്ടാണ് ഈ ഒരു അവിയൽ വേവിച്ചെടുക്കുന്നത്. ഇനി വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഈ എണ്ണയിൽ വഴറ്റിയിട്ടും ചെയ്യാം. ഇവിടെ ഞാൻ ഈ ഒരു ചട്ടിയിലേക്ക് ആദ്യം തന്നെ വേവ് കൂടുതലുള്ള ഐറ്റംസാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അതായത് ചേന, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, കായ അതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് അമരപ്പയറും പച്ചമുളകും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമാങ്ങയും ചേർത്ത് കൊടുത്തു. ഈ മുരിങ്ങയ്ക്ക നമുക്ക് ഒരു പകുതി വേവാകുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചെറിയ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടിത് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു അവിയൽ തയ്യാറായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങ, ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ജീരകം, മഞ്ഞൾ, എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂട്ടി ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഇത് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, ഒരു പൾസ് മതിയാകും. അപ്പോൾ ഇതുപോലെ നമ്മൾ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇതിലേക്ക് എന്തെങ്കിലും വെള്ളം ഇതിലേക്ക് ബാക്കി ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിലേക്കൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തിരുന്നില്ല. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം ഇനി നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പിൻ്റെ അളവെന്ന് പറയുന്നത്, അതായത് തേങ്ങയുടെ അളവെന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കൂടുതൽ തേങ്ങ ഇടുന്തോറും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ അരപ്പ് ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നല്ല പച്ചക്കറിവേപ്പില നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ച വെളിച്ചെണ്ണയാണ്. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ പുളിക്ക് പകരം തൈരാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളൊരു 2 ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുത്താൽ മതിയാകും. തക്കാളി ചേർക്കുമ്പോൾ അവിയലിൻ്റെ കളർ കുറച്ചൊരു ഓറഞ്ച് കളറിൽ ആകാറുണ്ട്. അപ്പോൾ തൈരാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ തൈര് ഇല്ലായിരുന്നതുകൊണ്ടാണ് ഞാൻ മാങ്ങ ചേർത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു അവിയലിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്